നിൽക്കാനും മുലയൂട്ടാനും പറ്റാത്തതിന്റെ വിഷമമായി പറയുന്നേ. അതൊക്കെ സാധിക്കും ഹർഷേ. മോൻ കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞാ നിന്റെ അടുത്തേക്ക് അവൻ പിച്ച വെച്ച് വരില്ലേ? എന്റെ മോനോ? വിച്ചുമോൻ വീട്ടിലുണ്ട്. ഭാനുമ്മ നോക്കിക്കോളൂ അവനെ. നിങ്ങൾ ഇവിടേക്ക് തന്നെയായിട്ട് വന്നതാണോ അതോ വേറെ എവിടേക്കെങ്കിലും പോകുന്ന വഴിക്ക് കയറിയതാണോ? അനു ഇന്ന് ഷോപ്പ് എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തന്നു. അത് കഴിഞ്ഞ് മടങ്ങുമ്പോൾ അനുവ പറഞ്ഞത് ഹർഷയൊന്ന് കാണണമെന്ന്. ഇന്ദ്രേട്ടനും അമ്മയും ഇവിടെ വരാറില്ലെന്ന കാര്യം അമ്പലത്തിൽ വെച്ച് കുഞ്ഞമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ വിശ്വസിച്ചത്. ഇന്ദ്രേട്ടൻ എപ്പോഴും അങ്ങനെ പറഞ്ഞപ്പോ അത് എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണെന്ന് ഞാൻ കരുതിയത്. നിങ്ങളിപ്പോഴും ഒരുമിച്ചല്ലല്ലോ അല്ലേ? ഞങ്ങളൊന്നിച്ച് പോണ്ടാന്ന് അന്നേ തീരുമാനിച്ചതാ. ഡിവോഴ്സ് കേസിന്റെ 2 സിറ്റിംഗ് കഴിഞ്ഞു. അടുത്ത സിറ്റിംഗ് ഉടനെയുണ്ട്. നിങ്ങൾ രണ്ടാളും സംസാരിച്ചിരിക്കെ, ഞങ്ങൾ അപ്പുറത്ത് കാണും. ഇന്ദിര, നമുക്ക് അങ്ങോട്ട് പോവാം. ഇതൊക്കെ കരയില്ലേ ഇങ്ങനെ? ഓരോരുത്തർക്ക് ഓരോന്ന് വിധിച്ചിട്ടുണ്ട്. അത് നടപ്പിലാവാൻ വേണ്ടിയിട്ട് ചിലർ നിമിത്തമാവും. ഞാനിതൊക്കെ അങ്ങനെ കാണുന്നുള്ളൂ.